Good morning and welcome to Jeevan's Pularkalam at 7:30 a.m. ഇന്നത്തെ ലക്കി കളർ ഗ്രീൻ ആണ് ആൻഡ് ടുഡേ ഈസ് വെനസ്ഡേ. വെനസ്ഡേ ആയതുകൊണ്ടാണ് ഗ്രീൻ ലക്കി കളർ ആവുന്നത്. അപ്പോൾ ഒരു പച്ചപ്പ് എല്ലാത്തിലും ഉണ്ടാവട്ടെ. നമ്മളൊരു സൺറൈസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് വീണ്ടും ഒരു ദിവസം വീണ്ടും ഈശ്വരൻ നമുക്ക് വരദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ലൈഫ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഈ മോമെൻറ്റ് ഫുള്ളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അടുത്ത നിമിഷം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആസ് യു ലീവ് ആസ് ഇഫ് യു ആർ ഗോയിങ് ടു ഡൈ ടുമോറോ എന്ന് പറയും. നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട ഇന്നൊരു ദിവസം ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായിട്ട്, ഏറ്റവും ബബ്ലിയായിട്ട്, ഫൺ ഫിൽഡായിട്ട്, ഹാപ്പിനെസ്സോടുകൂടി ഇരിക്കാനുള്ള ഒരു നല്ല ദിവസമാകട്ടെ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ യു ആർ ഗോയിങ് ടു ലീവ് ഫോർ എവർ, അങ്ങനെ വേണം പഠിക്കുക എന്ന് പറയാം. അപ്പോൾ ജീവിക്കുമ്പോൾ നാളെ മരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് ജീവിക്കുക, ആത്മാർത്ഥമായിട്ട് ഫുള്ളസ്റ്റായിട്ട് ജീവിക്കുക. പഠിക്കുമ്പോൾ ഒരു മുഴുവൻ ജീവിതം മുന്നോട്ടുണ്ട് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. ഇന്നലത്തെ എനർജിയിൽ എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇന്നത്തെ ദിവസത്തേക്ക് യൂസ് ചെയ്തുകൊണ്ട് മോസ്റ്റ് പവർഫുൾ ആയിട്ട് ജീവിക്കുക. ആ ബാങ്ക് ചെയ്ത എനർജിയും കൂടെ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഹാവ് എ വണ്ടർഫുൾ ഡേ. തോട്ട് ഓഫ് ദ ഡേ. തോട്ട് ഓഫ് ദ ഡേയിൽ ശരിക്കും എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും പറയും നല്ല കാര്യങ്ങളെല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ ദൈവം തന്നിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ്, റൈറ്റ് ലെഗ്, റൈറ്റ് തോട്ട്സ് എല്ലാം. പക്ഷേ ഏറ്റവും ലെഫ്റ്റ് സൈഡിലാണ് ഹൃദയം തന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനറിയാം ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നതുകൊണ്ട് യു ഹാവ് ടു ഗോ ഫോർ ദ ബാലൻസ് ഷീറ്റ് എവറി ഡേ. വാട്ട് യു ഹവ് ഡൺ ഗുഡ്, വാട്ട് യു ഹവ് ഡൺ ബാഡ്, വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്. ഇതിൻ്റെ റിയലൈസേഷന് വേണ്ടിയിട്ടാണ് ഹൃദയം ലെഫ്റ്റ് സൈഡിൽ ദൈവം തന്നത്. അതിന് വലിയ വാല്യൂ ഉണ്ട്. കാരണം ഒരു ഹൃദയം, ഹാർട്ട് ഡൈസ് വെൻ ഇറ്റ് ഇസ് നോട്ട് ഏബിൾ ടു ഷെയർ ഇറ്റ്സ് ഫീലിങ്സ് എന്ന് പറയും. അതിന് ആ ഹൃദയത്തിന് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത വികാരങ്ങൾ വരുമ്പോഴാണ് ആ ഹൃദയം മരിക്കുന്നതെന്ന് പറയും. പക്ഷേ ഒരു ഹാർട്ട് കിൽസ് ഇറ്റ് സെൽഫ് വെൻ അനദർ ഹാർട്ട് ഡസൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഫീലിങ്സ്. ഒരു ഹൃദയം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതൊരു വലിയ അത്യാവശ്യമാണ്. ഒരു ബന്ധങ്ങൾക്കുള്ളിൽ ഹൃദയത്തെ മനസ്സിലാക്കുക എന്നുള്ളതിന് വലിയ സ്ഥാനമുണ്ട്. പലപ്പോഴും പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുള്ളത് ഇത്തരം വിഷയങ്ങളിലാണ്. സമ്പത്ത് ഉണ്ടാകുമായിരിക്കും, വലിയ എന്താ പറയുക, ഗ്ലാമറസ് ആയിട്ടൊരു ലൈഫ് ഉണ്ടാവും, പൊസിഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഹൃദയത്തിൽ വേദനിക്കുന്നവരാണ് അധികം പേരും. കമിതാക്കൾ ആദ്യം സ്നേഹിക്കുന്ന ഹൃദയത്തിനോട് ചേരുമ്പോഴാണ്. കല്യാണം കഴിക്കുമ്പോഴും ഹൃദയസ്പർശിയായ സമയത്ത് ഭർത്താവും ഭാര്യയും സ്നേഹമായിട്ട് പെരുമാറുന്നു. കുറേ കഴിയുമ്പോൾ ഹൃദയം തമ്മിൽ അകലുമ്പോഴാണ് അവിടെ ഉച്ചയും ബഹളവും ഷൗട്ടിങ്ങും. അപ്പോൾ മനസ്സിലാക്കുക, ഒരു ഫീലിങ്സ് മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരു കണ്ടെയ്ൻമെൻറ്റ് മനസ്സിലാക്കുന്ന ആൾക്കും നമ്മുടെ പാർട്ട്ണർക്കും ലൈഫിൽ ഉണ്ടാവുന്നതാണ്. സോ അണ്ടർസ്റ്റാൻഡ് ദ ഫീലിങ്സ് ഓഫ് ഹാർട്ട് ആൻഡ് ലിസൺ ടു ദ വോയിസ് ഓഫ് യുവർ ഹാർട്ട്. അതായിരിക്കും ഏറ്റവും വലിയ സക്സസ് നേടുക. അണ്ടർസ്റ്റാൻഡ് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. അതിൽ മനസ്സിലാക്കുന്നതോടെ അവരുടെ ഹൃദയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പ്രേക്ഷകരിങ്ങനെ വളരെ ജിജ്ഞാസയോട് കൂടിയിരിക്കുകയാണ് ഇന്നത്തെ അതിഥി ആരാണ്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ചട്ടിയും കലവും ഒക്കെ ആയ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കുമെന്ന്. ഇംഗ്ലീഷിലുണ്ട് പാറ്റിംഗ് ആൻഡ് ഹിറ്റിംഗ്. അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുവാണ്. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം തട്ടിയും മുട്ടിയും എന്ന സീരിയൽ ഇന്ന് കാണാത്തവർ ചുരുക്കം എന്ന് ഞാൻ പറയുള്ളൂ. ഞാനടക്കമുള്ള ഒരുപാട് ആൾക്കാർ ആരാധകരായിട്ടുള്ള ഒരു നടനെയാണ് ഞാൻ സ്നേഹപൂർവ്വം പുലർകാലത്തിലൂടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം ജയൻ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അല്ലേ, ഞങ്ങളുടെയൊക്കെ ആരാധനാപാത്രമാണ് ഇദ്ദേഹം. ആ സീരിയൽ ഒരുപാട് പേരുണ്ടാക്കി തന്നല്ലേ അല്ലേ? പക്ഷെ അതല്ല അങ്ങയുടെ തുടക്കം എവിടെയാണ്? ഞാൻ ആദ്യം ഫിലിമിലാണ് അഭിനയിക്കുന്നത്. ആദ്യം സിനിമയിലൂടെയാണ് വരുന്നത്. ആദ്യത്തെ ചിത്രം നമ്മുടെ ബഹുമാന്യ രാജസേൻ സാർ ഡയറക്റ്റ് ചെയ്ത ഞങ്ങൾ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞ ഫിലിമായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിക്കാൻ ഒരു അവസരം തരുന്നത്. പക്ഷേ ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സർവേ ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ. ഈ കലാലോകത്തിലേക്ക് എങ്ങനെ വന്നു? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ നാടകം, മോണോ ആക്ട്, അതുപോലുള്ള പരിപാടികളുണ്ടായിരുന്നു. കലാകാരനാണ് അന്നേ ഇതിലൂടെ താല്പര്യമായിരുന്നു. ഞാൻ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ, പിന്നീട് ഡിഗ്രി, പ്രീ ഡിഗ്രി ഞാൻ വിക്ടോറിയ കോളേജിൽ പോയി പാലക്കാട്, പിന്നെ ഡിഗ്രി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ്, പിന്നീട് BEd പോയി, അത് കർണാടകയിൽ പോയിരുന്നു. BEd പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ഞാൻ കുറച്ചുകാലം അധ്യാപകനുമായിരുന്നു, ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. അതറിയില്ലായിരുന്നു. ആദ്യം ഞാൻ ഹൈസ്കൂൾ അധ്യാപകനായിട്ട്. എന്താണ് പഠിപ്പിച്ചിരുന്നത്? ഞാൻ മാത്തമാറ്റിക്സ്.
ഒരുപാട് ബഹുമാനത്തോടു കൂടി കണക്ക് സാറേക്ക് ഭയങ്കര പേടിയാ. എത്ര കാലം പഠിപ്പിച്ചു? ഞാൻ B.Ed കഴിഞ്ഞു. എയ്ഡഡ് സ്കൂൾ അറിയാമല്ലോ. എയ്ഡഡ് സ്കൂൾ എൻ്റെ വീടിനടുത്ത് തന്നെ എയ്ഡഡ് സ്കൂൾ. അപ്പം തന്നെ റിസൾട്ട് വന്ന ഉടനെ തന്നെ കയറി. അതൊരു 6 മാസം വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടെസ്റ്റ് എഴുതിയല്ലേ അത് മരുന്ന് അല്ലേ? ടെസ്റ്റ് എഴുതി കിട്ടുന്നതല്ലേ ഇത് PSC ടെസ്റ്റ്. ഇതങ്ങനെ വന്നു. അങ്ങനെ ഞാൻ സർവേയറായിട്ടാണ് പോസ്റ്റിങ് കിട്ടുന്നത്. അത് ഗവൺമെൻറ് തന്നെ എനിക്ക് ട്രെയിനിങ് തന്ന് പോസ്റ്റ് ചെയ്തു. ഈ റോഡിലൊക്കെ നമ്മളിങ്ങനെ വെച്ച് അതൊക്കെ ആണോ? അത് വരുന്നു കേരളത്തിലെ മൊത്തത്തിലുള്ള സർവേ വരുന്നതല്ലേ. ആ ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമാണല്ലേ? ആ സജീവമാണ്. വളരെ ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ. റവന്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു ഹ്യൂമറസ് ആയത് ഏതിലൂടെയാണ്? ശരിക്കും സിനിമയിലൂടെയാണോ അതോ സീരിയലിൽ വന്നതിന് ശേഷമാണോ അതോ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഡ്രാമ നാടകം ഉണ്ടായിരുന്നു? ഡ്രാമ ഉണ്ട്. ഡ്രാമയിൽ ചെയ്ത റോൾസ് ഒക്കെ ഇങ്ങനത്തെ റോൾസ് ആണ്? സീരിയസ് റോൾസ് ആണ്? അല്ലല്ല, കോമഡി വേഷങ്ങൾ. ഹ്യൂമർ അവിടെയാണോ? അമച്വർ നാടകങ്ങളാണ്. അമച്വർ വളരെ കുറച്ച് ചെയ്തു. അത് കഴിഞ്ഞ് പ്രൊഫഷണൽ ഒരു 5 വർഷം ചെയ്തു. എന്ത് ക്യാരക്ടറായിരുന്നു പ്രൊഫഷണൽ ഡ്രാമയിൽ? പ്രൊഫഷണൽ ഹാസ്യ ക്യാരക്ടേഴ്സ്. ഇതിലായിരുന്നു ചെയ്തിരുന്നത്? ഞാനൊരു 2 വർഷം അതുല്യ എന്ന് പറഞ്ഞ നാടക സമിതി. ഇതിനോടുള്ള പാഷൻ കൊണ്ട് ചെയ്തതാണോ? പിന്നെ തീർച്ചയായിട്ടും ജോലിയോടൊപ്പം തന്നെ ഇത് പകല് ജോലിക്ക് പോകും, രാത്രിയിൽ നാടകത്തിന് പോകും. ഹ്യൂമർ സെലക്ട് ചെയ്തു? എനിക്ക് അതിനോടായിരുന്നു താല്പര്യം. സീരിയസ് വേഷങ്ങൾ ചെയ്യുക. മുഖത്തൊരു നായകന്റെ എല്ലാ പ്രൗഢിയും ഉള്ളപ്പോ ഒരു ഹൈറ്റ്, അതിന്റെ ബോഡി, അതിന്റെ ചിരി, ഹാൻസം ആണെന്നാണ് ഉദ്ദേശിച്ചത്. ഹാൻസം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു സൂപ്പർ സ്റ്റാർഡം. ഇപ്പോൾ തെലുങ്കിലോ കന്നഡത്തിലോ ഒക്കെ കഴിഞ്ഞാൽ കന്നഡയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിനെക്കാളും ഗ്ലാമറസ് ആണ് അല്ലേ? എന്തുകൊണ്ട് ഹ്യൂമർ സെലക്ട് ചെയ്തു? ഹ്യൂമർ കൂടുതൽ വഴങ്ങുന്നത്, എനിക്ക് ഫ്രീ ആകുന്നത്. മറ്റേ സീരിയസ് ആകുമ്പോൾ ഒരു ഇച്ചിരി ബലം കൊടുക്കേണ്ടി വരും. വീട്ടിൽ ഹ്യൂമറസ് ആണോ? വീട്ടിൽ ഹ്യൂമർ ജയൻ സാർ എന്ന വ്യക്തി ഹ്യൂമറസ് അല്ലാന്ന് തോന്നുന്നു. സീരിയസ് ആണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സീരിയസ് തന്നെയാണ്. സീരിയസ് ആണ്. പിന്നെ അത് ഓഫീസിലിരിക്കുമ്പോഴാണ്? ഒഫീഷ്യലിയും സീരിയസ് തന്നെയാണ്. സീരിയസ് തന്നെയാണ്. പിന്നെ നമ്മുടെ സൗഹൃദ വലയങ്ങൾ വരുമ്പോൾ മാത്രം. എന്നോടൊപ്പം 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കൾ ഇപ്പോഴും വൈകുന്നേരങ്ങൾ ഒത്തുകൂടാറുണ്ട്. ഞങ്ങൾ അന്ന് മുതലുള്ള സുഹൃത്തുക്കളെ എല്ലാവരും ഒരുമിച്ചല്ല, പല സമയത്തായിട്ട് കറങ്ങിത്തിരിഞ്ഞവർ വരും. ആ സമയത്ത് മാത്രം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ പിള്ളേരാകും. പുലർക്കാലത്തിൽ ഞങ്ങളും പ്രതീക്ഷിക്കുന്നത് താങ്കളുടെ കുട്ടി തട്ടിമുട്ടിയിലെ നായകനെയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഫ്രണ്ടിൽ. ഇപ്പൊ കറുത്ത മുത്തിലൊരു വില്ലൻ കൂടിയാണ് അല്ലെ? നർമ്മത്തിൽ പൊതിഞ്ഞൊരു വില്ലനാണ്. അപ്പൊ അസലായിട്ടാ ചെയ്യണത്. അല്ല, തട്ടിമുട്ടിയിലൊക്കെ നിങ്ങൾ ജീവിക്കുകയാണ് സാർ. അതിനകത്തൊരു കോമഡി ആയിട്ട് നിങ്ങളൊന്നും കാണിക്കുന്നില്ല, പക്ഷെ ഹ്യൂമർ ആയിട്ട് സംഭവിച്ചു പോവുകയാണ്. സംഭവിച്ചു പോകുന്നു. അതിന് നമ്മൾ വേറെ ഒരു ട്രീറ്റ്മെന്റ്. മറ്റേ സീരിയലിന് ഒരല്പം അഭിനയിക്കുന്നു എന്ന് കൂട്ടിക്കൂ. കറക്റ്റ്. ഇതിൽ നമ്മൾ ജീവിക്കുന്നു. പിന്നെ ജീവിക്കല്ല, അങ്ങനെ ബിഹേവ് ചെയ്യത്തുള്ളൂ. നമ്മളത് ഒരിക്കലും നമ്മൾ അതിന് ബലം കൊടുക്കത്തില്ല. അഭിനയത്തിന് ബലം കൊടുക്കും. ലൈവാണ്. ഞാൻ അതാ പറഞ്ഞത്, ഹ്യൂമർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല തട്ടിമുട്ടി, പക്ഷെ അത് ഹ്യൂമറസ് ആയി ഭവിക്കുന്നു എന്നുള്ളത്. ആയി ഭവിക്കുകയാണ്. ഫ്രീഡം ഉണ്ടോ നിങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾക്ക്? അതിൻ്റെ അകത്ത് ഫ്രീഡം നമുക്കിത് കാണാ പഠിച്ചു വേണമല്ലോ പ്രസന്റ് ചെയ്യേണ്ടത്. ഡയലോഗ്സ് എല്ലാം പഠിച്ചിരിക്കുന്നു. അല്ല, അതിനുള്ള സ്വാതന്ത്ര്യം തരും. അതായത് അപ്പോൾ ഇത് അങ്ങനെ വരുമ്പോൾ നമുക്കിത് കാണാ പഠിക്കാനും ഒക്കെ സമയം കൂടുതലോ ഒന്നും കിട്ടാറില്ലല്ലോ. ഒന്ന് പറഞ്ഞു റിഹേഴ്സൽ ചെയ്താനൊക്കെ എടുക്കുക. ഒരു സീൻ ഒറ്റയടിക്കാൻ എടുക്കുകയാണോ? അങ്ങനെയാണോ? അയ്യോ, അല്ല, നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ എടുത്തു നോക്കി ചിലപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ അവിടെ കൊണ്ട് മുറി. സിംഗിൾ ക്യാം ഷൂട്ട് ആണോ അതോ ഡബിൾ ക്യാം ആണല്ലേ? അതെ, അല്ലെ ഒരു ചില കണ്ടിന്യൂറ്റി ഒക്കെ നമുക്ക് നഷ്ടപ്പെടുമല്ലോ. അതെ, പിന്നെ തീർച്ചയായിട്ടും. നമ്മൾ ഈ കേട്ടിട്ടുള്ളത് ഈ ഹോളിവുഡ് ചിത്രങ്ങളിൽ മാത്രമാണ് ലൈവായിട്ട്. ഇവിടെ സിനിമകൾ പരീക്ഷണാർത്ഥം ചിലത് മാത്രമേ ലൈവ് ഡബിങ് യൂസ് ചെയ്യാറുള്ളൂ. കാരണം ഈ ടെക്നോളജിയൊക്കെ വന്ന ശേഷം ഇപ്പോൾ തട്ടിയും മുട്ടിയുമിലാണ് ലൈവായിട്ട് ആർട്ടിസ്റ്റുകൾ സംസാരിച്ചു. ഹോളിവുഡ് ഫിലിംസിലാണെങ്കിൽ സ്ക്രിപ്റ്റ് തന്നെ നടന്ന് ചിലപ്പോൾ 1 വർഷം മുമ്പ് കൊടുക്കും. നിങ്ങൾ അപ്പ പ്ലാൻ ചെയ്യുന്നതാണ് അല്ലേ? അല്ല, ഇതിപ്പോ നമ്മൾ അപ്പ വായിച്ച് നമ്മൾ ചെയ്യല്ലേ. അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും? ഒരു 1 ലൈൻ ആയിരിക്കും? അല്ലല്ല, പക്ക സ്ക്രിപ്റ്റ് ഉണ്ട്. അത് ഗിരീഷ് ഗ്രാമിക എന്ന് പറയാം. നല്ല ഹ്യൂമർ, വളരെ പ്രസക്തിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ക്യാരക്ടറും വളരെ കുറവല്ലേ. ഈ 4-5 പേരെ വെച്ചിട്ട്
ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും ഓരോ സംഭവങ്ങൾ കൊണ്ടുവരണ്ടേ. അതാണ് അതിൻ്റെ ഒരു ഇതിനകത്ത് വലിയൊരു ഹൈലൈറ്റ് ലളിത അവര് മാഡം അവരുണ്ട്, മഞ്ജുണ്ട്, നിങ്ങളുണ്ട്, ആ 2 കുട്ടികൾ അസലായിട്ടാ നിങ്ങൾ അല്ലേ, ഒന്നിനൊന്ന് മെച്ചമാണ്. ആരെ നമ്മളിങ്ങനെ കൂടുതൽ ആരാധിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അതൊരു വലിയൊരു കോമ്പിനേഷൻ അല്ലേ അങ്ങനെയൊക്കെ കിട്ടുന്നത്. കോമ്പിനേഷനാണ് അത്. നമ്മളൊരു ഫാമിലി പോലെ തന്നെ ആയി. ആ പിള്ളേരൊക്കെ എൻ്റെ മക്കളുടെ കൂട്ട് തന്നെ ആയി. കാരണം 3 വർഷം മുമ്പ് കണ്ടതല്ലേ, അന്നൊക്കെ ഒരു ഇത്രയും ഇതേ ഉള്ളായിരുന്നു. ഇപ്പൊ പിന്നെ വലുതായി. പിന്നെ ചേച്ചിയാണെങ്കിൽ, ലളിത ചേച്ചിയാണെങ്കിൽ, മഞ്ജു ഒക്കെ ആണെങ്കിൽ നമ്മൾ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. നമ്മൾ വ്യക്തിപരമായി അവരുടെ വീട്ടിൽ പോവാറുണ്ട്, അവരുടെ എല്ലാം വീട്ടിൽ പോകാറുണ്ട്. അപ്പോൾ അതിന് ടെലിവിഷൻ സീരിയൽ കണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ച മുഹൂർത്തങ്ങൾ ഒരുപാട് തട്ടിമുട്ടിയിലുണ്ട്. ഞാൻ ഭയങ്കര ഹ്യൂമറസ് ഒരു പ്രേമിയാണ്. പക്ഷെ അതിനകത്ത് ഞാൻ KPSC ലളിതയുടെ അടുത്താണോ കവിയൂർ പൊന്നമ്മയോട് പറയുന്നൊരു എപ്പിസോഡുണ്ട്. പൊന്നമ്മ ചേച്ചിക്ക് എന്നെ മനസ്സിലായോ? അപ്പോൾ അവരൊന്നുമില്ല, പൊന്നമ്മ ചേച്ചിയുടെ എല്ലാ സിനിമയിലും തിയേറ്ററിൽ ഞാൻ ഫ്രണ്ടിലുണ്ടായിരുന്നല്ലോ, എന്നിട്ട് നിങ്ങൾ എന്നെ കണ്ടില്ലേ. വളരെ സിമ്പിൾ ഒരു എന്താ പറയുന്നത്, ഏതൊരു മനുഷ്യനും പിന്നീട് പറഞ്ഞ് ചിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാനത് സിനിമ എത്ര ചെയ്ത് കാണും സാർ? ഞാൻ എനിക്ക് സെൻസാറിൻ്റെ 3 ഫിലിമിൽ അദ്ദേഹം എനിക്ക് അവസരം തന്നു. ഏതൊക്കെയായിരുന്നു? ഞങ്ങൾ സന്തുഷ്ടനാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തന്നെ നാടൻ പെണ്ണും നാട്ടുപ്രവാണിയും, പിന്നീട് നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ട് രാജകുമാരി, പൃഥ്വിരാജിന്റെ ശരിക്ക് ഫസ്റ്റ്. താങ്കൾ സന്തുഷ്ടനായിരുന്നോ സിനിമയിൽ? അതെ, അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ ഒരു നാടകത്തിൻ്റെ ഉദ്ഘാടനം അദ്ദേഹം വന്നിരുന്നു, സെൻസാറെ. അങ്ങനെ എനിക്ക് അദ്ദേഹമാണ് എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തന്നത്. പിന്നെ ഇങ്ങോട്ട് മാറി ടെലിവിഷനിലോട്ട്. പിന്നീട് എനിക്ക് ജോലി ഉണ്ടായതുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പിന്നെ ഭാഗ്യനക്ഷത്രം എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു സീരിയലായിരുന്നു. അതിലെനിക്ക് നല്ലൊരു വേഷം തന്നു സെൻസാർ. അപ്പോൾ അതൊക്കെ വന്ന് ഒരുവിധം തിരക്കായി വരുമ്പോൾ എനിക്ക് ട്രാൻസ്ഫർ വരും. അതാണ് അതിനകത്ത് എന്തെങ്കിലും ദൂര സ്ഥലത്തേക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊരു ബ്രേക്ക് ആവും. പിന്നെ 2 വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും സൗഹൃദം പിന്നെ തിരിച്ച്. കലാജീവിതത്തിന് ഒരു ബ്രേക്ക് വരും അല്ലേ? അങ്ങനെ ബ്രേക്ക് നമ്മളില്ലെങ്കിൽ വേറെ ആയിരങ്ങൾ നിൽക്കുകയല്ലേ ഇൻഡസ്ട്രിക്ക്. അങ്ങനെ ഒരു പിന്നെ ഇപ്പൊ താങ്കളുടേതായിട്ടുള്ള ഒരു പേര് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. തട്ടിമുട്ടിയില് വന്നതോടുകൂടി ഇനി നിങ്ങളൊരു സ്ഥാനം നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. എനിക്കൊന്ന് ഹാസ്യം മാത്രമല്ല, അസലായിട്ട് ചെയ്യുന്നുണ്ട്. കറുത്ത മുത്തിലെ കാണുമ്പോഴേ എല്ലാ അമ്മമാരും പറയും, അയ്യോ ദേ വന്നു. നെഗറ്റീവ് വേഷം, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവും അതിനോടൊപ്പം തന്നെ ഹ്യൂമറിൽ പൊതിഞ്ഞ നെഗറ്റീവ് അല്ലേ. അത് സീരിയസ് വേഷങ്ങൾ സത്യം പറയാൻ ചെയ്യാൻ എളുപ്പമാണ്, കുറച്ചുകൂടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫ്രീ ആകുന്ന ഹ്യൂമറസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ, സീരിയസ് വേഷം ചെയ്യുമ്പോൾ ഇച്ചിരി നമ്മളൊന്ന് പിടിക്കും, സ്വല്പം ഒന്ന് പിടിക്കും. പക്ഷെ ഇതിനേക്കാട്ടിൽ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു ചെയ്യാം. വേറൊരു ഒരു ക്യാരക്ടർ കൂടി ഉണ്ട് അതിനകത്ത്, മുടി ഇങ്ങനെ ബാക്കിലോട്ട് കോമ്പ് ചെയ്ത് കമലഹാസൻ അദ്ദേഹത്തിനോട് ഈ പൈസ വാങ്ങിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ മേടിക്കുന്നത് വളരെ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ ചെയ്തു. ഹ്യൂമർ അല്ല അതിനകത്ത് തോന്നുന്നത്, നിങ്ങളോട് ചിരിക്കുന്നതോടൊപ്പം നിങ്ങളുടെ അടുത്തൊരു സഹതാപം. അയ്യോ, കവിതകളായിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു, അയ്യോ ഇന്ന് എന്ത് കവിതയാണോ എന്തോ. വളരെ ഇന്നസെന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുമ്പോഴേ അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ നമ്മൾ ജീവിതത്തിൽ കാണുന്നുണ്ട്. അല്ല, ഈ ടൈപ്പ് ക്യാരക്ടറുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ഫാമിലിയിലും ഉണ്ട്. ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിക്കുക, ഉത്തരവാദിത്വം മക്കളുടെ കാര്യവും ഭാര്യയുടെ കാര്യം, ജോലിക്കും പോകത്തില്ല. പക്ഷെ ഇവർക്കൊന്നും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയിട്ട് അവർക്കൊന്നും ഒരു തകരാറുമില്ല. ഇവരെ വേറെ മറ്റാരെങ്കിലും സഹായിക്കും. ഇപ്പൊ എന്റെ ക്യാരക്ടറിന്റെ അമ്മ തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവർ ഉത്തരവാദിത്വം ഇല്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ. ഞാനൊരു കാലഘട്ടം വരെ നിങ്ങൾ ചെയ്തിരുന്ന കഥാപാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു അതിശയോക്തിയുമില്ല. ഞാൻ വളരെ സിമ്പിളായിരുന്നു. ഞാൻ എല്ലാം ഒരു ലൈറ്റ് ഹാർട്ടായിട്ട് എടുക്കുന്നതും, എനിക്ക് അഭിനയിക്കണം, എനിക്ക് മമ്മൂട്ടിയെ പോലെ ആവണം, ഞാൻ ഏത് സ്ക്രിപ്റ്റ് ലൊക്കേഷൻ ഉണ്ടെങ്കിലും ഞാൻ അവിടെ പോയി അവിടെ നിൽക്കും, ചാൻസ് ചോദിക്കും. സൗഹൃദ വലയങ്ങളിലെല്ലാം ഞാൻ പറയും എനിക്കൊരു നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ തരണേ. അപ്പൊ അവരെല്ലാവരും ഇപ്പൊ ചോദിക്കുന്നത് ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ആളുടെ മോഹമാണത്. ഞാൻ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ബെസ്റ്റ് ആക്ടറൊക്കെ കണ്ടപ്പോഴത്തേക്ക്, ഇപ്പൊ താങ്കൾ പറഞ്ഞപ്പോഴത്തേക്ക് താങ്കളുടെ ക്യാരക്ടർ പല സമയത്തും ഞാനായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ ഓഡിയൻസിന് തോന്നുന്നതാണ് ആ ക്യാരക്ടറിന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. ഇന്നത്തെ ടിപ്പ് വളരെ
നമ്മൾ ഡെയിലി ഉള്ളൊരു പ്രക്രിയയാണ് പാല് കാച്ചുക എന്ന് പറയുന്നത്. ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി ഷെയറിംഗ് ആണ് ഇപ്പോൾ വീടുകളിൽ പാല് കാച്ചുന്നത്. പക്ഷെ പുരുഷൻ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഈ പാല് കാച്ചുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് സ്ത്രീ വന്നെളുപ്പം പറയും, കണ്ടോ ഇതൊക്കെ അടുക്കളയിൽ സ്ത്രീകളുടെ പരിപാടിയല്ലേ, നിങ്ങൾ എന്തിനാ ആണുങ്ങൾ ഇവിടെ വരുന്നത്, നിങ്ങൾ വന്നുകൊണ്ടാണ് ഇന്നത്തെ പാല് പിരിഞ്ഞത്, പോയി വാങ്ങിച്ചുകൊണ്ട് പോവാ, പോയി ഇനിയും വേറൊരു പാല് മേടിച്ചുകൊണ്ട് വരും. പാല് പിരിയാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അതെ, ഇത് സാധാരണ നമ്മൾ പവർ കട്ടൊക്കെ വരുമ്പോൾ ഈ ഫ്രിഡ്ജൊക്കെ ഒരു ഹോൾ ഡേ ഒക്കെ ഓഫായി പോകും. അപ്പോൾ നമ്മൾ ഈ കാച്ചി വെച്ച പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്, 100% ചാൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥകളിൽ എന്ത് ചെയ്യും എന്നാണ് ഈ ടിപ്പിന് പ്രസക്തി വരുന്നത്. നെൽമണികൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചാൽ ആ കാച്ചിയ പാല് ഒരു ദിവസം വരെയും പിരിയാതിരിക്കും എന്നാണ് പറയുന്നത്. പണ്ടത്തൊക്കെ പാടത്ത് ജോലി ചെയ്യുന്നവരൊക്കെയാണ് അത് ചെയ്യുന്നത്. ഇന്നെല്ലാം ഭയങ്കര ടോൺഡ് മിൽക്കൊക്കെയാണ്, പാസ്ചറൈസ് ചെയ്ത് ഒരുപാട് പ്രോസസ്സിലൂടെ വരുന്ന പാല് പെട്ടെന്ന് പിരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കാച്ചി വെച്ച ശേഷം നെന്മണികൾ അതിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ പിരിയില്ല എന്നാണ് പറയുന്നത്. ട്രൈ ദിസ് ഇൻ യുവർ ഹോം. ബി ഹാപ്പി. എവിടെയോ നടന്നിട്ടുണ്ട്, ഇതൊക്കെ നടന്നിട്ടുണ്ടോ നമുക്ക് തന്നെ കാണാമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒക്കെ ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഒബ്സർവ് ചെയ്യാറില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് തന്നെ ദിവസം 100, 100, 150 പേരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. തർക്കങ്ങളും വഴക്കും വലിയ പ്രശ്നമല്ല, ടെൻഷനും ഉള്ള വകുപ്പല്ലേ ഞങ്ങളുടേത്. അപ്പോൾ അതിൽ നമുക്ക് ദിവസം കാണുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ഉള്ളവരെയും താഴേക്കിടയിലുള്ളവരെയും ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അവരുമായിട്ട് വളരെ അടുത്ത് പെരുമാറേണ്ടി ആർബിട്രേഷൻ പോലെ നിൽക്കണം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടവരോട് സംസാരിക്കുകയും വേണം. അത്തരം കോമഡിയുള്ള മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മുഹൂർത്തങ്ങൾ അത്തരം ചിരിക്കാൻ പിന്നെ തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് ഓരോ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നൊക്കെ നമുക്ക് പിടി കിട്ടുമ്പോൾ നമ്മളത് ആസ്വദിക്കാറുണ്ട്. പക്ഷേ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുന്നവരത്ത് വെച്ച് നമ്മൾ ചിരിച്ചാലേ ശരിയാകത്തില്ലല്ലോ. എങ്കിൽ പോലും ഈ ജോലി എനിക്ക് ഒരുപാട് ആൾക്കാരെ കാണാനുള്ള ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കി തന്നു. റോൾ മോഡലിലൊക്കെ ആരായിരിക്കും പറയുന്നത്? ഇപ്പോൾ അഭിനയം, നാടകം ചെയ്തു, സീരിയൽ ചെയ്തു, സിനിമ ചെയ്തു. അപ്പം നമ്മൾ ജീവിതത്തിൽ ഇതിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഇൻസ്പയർ ചെയ്താൽ, അവരെ കോപ്പി ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഇൻസ്പയർ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടില്ല. എനിക്ക് കാണാൻ ആഗ്രഹമുള്ള ഒരു നടൻ ഉണ്ട്, കമലഹാസനാണ്. എനിക്ക് കാണാൻ ഒരു ഫുൾ പാക്കേജ് ആണല്ലേ? നേരിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എനിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു നടൻ, ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സിനിമ കാണുന്ന ആളാണോ? സിനിമ ഇപ്പോഴെനിക്ക് അതിനുള്ള ഒരുപാട് കാണാൻ സാധിക്കാറില്ല. ചെറുപ്പത്തിൽ കാണുമായിരുന്നു. സിനിമ, നാടകം എല്ലാം കാണുമായിരുന്നു. അന്നൊന്നും ടി വി ഇല്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്. പഠിക്കുന്ന കാലത്തെ ഇതുപോലൊരു കലാകാരനാകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പഠിക്കുന്ന കാലത്ത് ഞാനൊരു 4th സ്റ്റാൻഡേർഡിൽ ഞാൻ നാടകം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിലെ നാടകം? സ്കൂൾ നാടകങ്ങൾ. അപ്പോൾ അന്ന് പോലെ എനിക്കിതിനോട്, എന്നാൽ എൻ്റെ ഫാമിലിയിലൊന്നും ആരും കലാകാരന്മാർ ആരും ഇല്ലെന്ന് തന്നെ പറയാം. ഫാമിലിയിൽ നിന്ന് നമുക്കൊരു ഇതിന് വേണ്ട സപ്പോർട്ടും ഒന്നും പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല. പക്ഷെ അതിനെ എതിര് നിന്നിട്ടില്ല, വീട്ടുകാരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വന്നത്. അന്ന് ചെയ്ത നാടകം ഓർമ്മയുണ്ടോ? നാടകം ഫസ്റ്റ് 4ാം ക്ലാസ് വെച്ച് കളിച്ച നാടകത്തിൻ്റെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഏത് നാടകം? ഒരു ഏടാകൂടം എന്ന് പറഞ്ഞു. അത് കോമഡിയായിരുന്നോ? അത് കോമഡിയായിരുന്നു. അതിനകത്ത് ഇപ്പോഴും ഒരു WWW കുരുക്കൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്തൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മാല ഇട്ടതിനകത്ത് എനിക്ക് അത്ര ഓർമ്മയില്ല. കാരണം 8 വയസ്സൊക്കെ ഉള്ള സമയത്തല്ലേ, 8, 9. അപ്പോൾ അന്നൊരു മാല ഇട്ടതിനകത്ത് ഉറുമ്പ് കയറിയിട്ട് ഞാൻ ചൊറിയുന്ന ഒരു സീൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. എന്തൊരവസ്ഥയാണല്ലേ, പാവം കുട്ടിയും കൂടിയല്ലേ അല്ലേ? അല്ല, ഇതൊക്കെ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു 1% റിസ്ക് എപ്പോഴും ഉണ്ട് അല്ലേ? പിൽക്കാലത്ത് നിങ്ങൾ വളരെ അമച്വർ നാടകം ചെയ്തു, സീരിയസ് നാടകങ്ങളൊക്കെ ചെയ്തു. അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ പറയാമോ ഞങ്ങൾക്ക്? നാടകങ്ങൾ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും നാടകത്തിൻ്റെ നമ്മളിപ്പം സീരിയലിലോ ഫിലിമിലോ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഇതിനെ നമ്മുടെ അഭിനയത്തെ ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. എഡിറ്റിങ്, ഡബിങ്, സംവിധാനൻ്റെ കഴിവ്, ക്യാമറയുടെ കഴിവ്, അത് നമ്മൾ ഉദ്ദേശിക്കാത്ത എഫക്റ്റ് ചിലപ്പോൾ മ്യൂസിക്കൊക്കെ വീഴുമ്പോഴത്തേക്ക് അതിനുണ്ടാവും. പക്ഷേ നാടകം എന്ന് പറഞ്ഞാൽ ലൈവ് സാധനമല്ലേ.
ഡയലോഗ്സ് അഡ്വാൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പെർഫോം ചെയ്യുന്ന ഡ്രാമാസ് ഉണ്ട് ഇപ്പൊ. അത് ഡ്രാമ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ മിമിക്രി ചെയ്യുന്നില്ലേ, അതെ അതെ, റെക്കോർഡഡ് സ്കിറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രാമ ഇപ്പോഴും അങ്ങനെയല്ല. അയ്യോ അല്ല, മൈക്കൊക്കെ പിടിച്ച് പറയുന്നത് അത് ലൈവായിട്ടുള്ള. അതിന് ചിലപ്പോൾ ലാപ്പിൽ വന്ന് കാണും ഇപ്പോഴും. ടെക്നോളജി പ്രോഗ്രസ് അതുവരെ അല്ലാതെ ഒരിക്കലും അത് അല്ലെങ്കിൽ നാടകമാകത്തില്ലല്ലോ. അപ്പോൾ അത് പ്രോംപ്റ്റിംഗ് ഉണ്ടോ നാടകത്തിൽ? ഇല്ല ഇല്ല. ഇല്ല. എത്ര കാലം നിങ്ങൾ ഇത് പഠിക്കും? ഒരു പ്രൊഫഷണൽ നാടകമാണെങ്കിൽ നമ്മളൊരു 20 ദിവസത്തോളം അന്ന് ഞാനൊക്കെ വിട്ടിട്ട് തന്നെ 10-16 വർഷമായി. 20 ദിവസം പഠിച്ചാൽ മതിയോ? 20 ദിവസം നമ്മൾ ആ ക്യാമ്പിൽ നിന്നിട്ട് ക്യാമ്പ് ഉണ്ട്, പഠിച്ച് കാണാൻ പഠിച്ച് റിഹേഴ്സൽ ചെയ്ത് പക്കയാക്കി. അല്ല, ഇതിൽ ചിലപ്പോൾ മനുഷ്യനല്ലേ, ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ പറ്റാമല്ലോ. അബദ്ധങ്ങൾ പറ്റിയാലും അതൊക്കെ കവർ ചെയ്തെടുക്കും. അതെ, അങ്ങനെ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം അല്ലേ? പിന്നെ തീർച്ചയായും. സ്റ്റേജിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ല, നിങ്ങൾ എന്നല്ല, ആർക്കെങ്കിലും പറ്റിയ പ്രശ്നങ്ങളിലൂടെ ബ്ലാക്ക് ഔട്ട് ആകുന്ന അവസ്ഥയുണ്ട്. ഇനിയിപ്പം ഒരു 200 നാടകം കളിച്ചെന്ന് കൂട്ടിയോ, 200 നാടകം കളിച്ച് പക്കയായി. ഇങ്ങനത്തെ അവസ്ഥയിൽ ചിലർക്ക് ബ്ലാക്ക് ഔട്ട് ആകും. ആ ഒരു ചിലപ്പോൾ വയ്യായിക കൊണ്ടോ? അല്ല, വയ്യായി അല്ല, അതൊരവസ്ഥയാണ്. അവസ്ഥ അത് ഏത് നടനും സംഭവിക്കാം നാടകത്തിൽ. എങ്ങനെ വരുന്നു എന്ന് പറയുന്നത്? അത് ചിലപ്പോൾ അവർ സ്റ്റേജിലേക്ക് കയറുന്നു, ഫസ്റ്റ് സ്റ്റേജിലേക്ക് കയറുന്നു, പെട്ടെന്ന് മൊത്തം ഔട്ടായി പോയി. എന്ത് ചെയ്യുമല്ലേ? ഈ ഡയലോഗ് ഏതാന്ന് പറഞ്ഞൂടെ, അടുത്ത നിൽക്കുന്ന ആരാന്ന് പറഞ്ഞാൽ എന്താ, എന്നാൽ വേറെ ഒന്നും ആയിരിക്കത്തില്ല. അപ്പൊ അതെങ്ങനെ കവറപ്പ് ചെയ്യും? അത് അപ്പൊ കവർ ചെയ്യുമ്പോൾ ഒന്നുകിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉള്ളി തട്ടിയോ വിളിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിന് ഒരു ഡയലോഗ് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കയറി പിടിക്കും. അടുത്ത് കൂടെ ഇരിക്കുന്ന ആൾ അതിനെ ഹെൽപ്പ് ചെയ്യും അല്ലേ? ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ചാൻസസ് ലിങ്ക് കൊടുക്കും അല്ലേ? ലിങ്ക് കൊടുക്കും, വേറെ അടുത്ത ഡയലോഗില്ലോ ഒന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ വീഴും. നമ്മൾ ശരിക്കും ഈ നാടകക്കാരുടെ ജീവിതത്തിന്റെ ഒരു രീതി, അത് എല്ലാ പ്രാവശ്യവും എല്ലാവർക്കും അങ്ങനെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു രീതിയെക്കുറിച്ച് സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത് KG ജോർജിന്റെ യവനിക എന്ന ചിത്രത്തിലൂടെ. അതിന്റെ ഒരു പിന്നാമ്പുറത്ത് നടക്കുന്ന ഒരു സംഭവമാണല്ലോ അതിന് ഇതിവൃത്തമായിട്ടൊക്കെ വന്നത്. അപ്പോൾ അന്നാണ് നമ്മൾ അറിയുന്നത്, അയ്യോ ഈ നാടകക്കാരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ. ഞങ്ങളുടെ ഡാൻസിനിടയ്ക്ക് ഞങ്ങൾക്ക് ബാക്ക് സ്റ്റേജിൽ ഞങ്ങളുടേതായ ഒരുപാട് സന്തോഷം. അത് നാടകക്കാരുടെ നമ്മൾ അറിയുന്നത് ഒരു രീതിയാണ്. ഞാൻ കംപ്ലീറ്റ്ലി ഒരു ക്രോസ് സെക്ഷൻ പറയാൻ പറ്റില്ല. ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നത് യവനിക എന്ന ചിത്രത്തിൽ. നിങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു ബാക്ക് സ്റ്റേജ് എങ്ങനെയായിരുന്നു? ബാക്ക് സ്റ്റേജ് യവനിക ആ ഫിലിമിലൊക്കെ കാണിക്കുന്ന അന്ന് മറ്റ് പക്ക മേളക്കാരെല്ലാം കൂടെ പോകുന്നതാണ്. ഞാനൊക്കെ ഫീൽഡിൽ വന്നപ്പോഴത്തേക്കെല്ലാം റെക്കോർഡഡ് മ്യൂസിക് എല്ലാം റെക്കോർഡഡ് പ്രോഗ്രാമായി. സെറ്റൊക്കെയോ? സെറ്റുകളിൽ അപ്പോൾ അന്നും ഇന്നും എല്ലാം ഒരുപോലെ തന്നെ. പിന്നെ വാഹനത്തിനൊക്കെ ഇച്ചിരി നല്ല വിശാലമായ വാഹനമായി. സ്ക്രീനൊക്കെ ഉപയോഗിച്ചിരുന്നു? ബാക്ക് സ്ക്രീനൊക്കെ ഇല്ല, സ്ക്രീനൊന്നും ഇല്ല, നല്ല കട്ടൻ. അങ്ങനെ ഒരു തനിനിറം നാടകമൊക്കെ ഇല്ലേ അല്ലേ? അത് അന്നും കലാനിലയത്തിന്റെ നാടകങ്ങളുണ്ടല്ലോ, കലാനിലയത്തിന്റെ നാടകങ്ങൾ അന്നും സ്റ്റേജ് വരെ കൊണ്ടുവന്നു. പിന്നെ ആ പഴയ 10-50 വർഷം മുമ്പ് തന്നെ അവര് സിനിമ പോലെയൊക്കെ സിനിമ പോലെ കാണിച്ചിരുന്നു. ഞങ്ങൾ ആർട്സ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഡ്രാമ നിർത്തിയത് ഒരു ഹ്യൂമറിലൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും, അതായത് ടേപ്പ് റെക്കോർഡർ, നമ്മൾ ടേപ്പ് പ്ലേ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതെ, നായകൻ മരിക്കാൻ കിടക്കുകയാണ്. നായിക വരുന്ന ഉടനെ നായകൻ പറയുകയാണ്, നീ ആ പാട്ടൊന്നും കൂടെ പാടണം. അപ്പോൾ അവൾ പറഞ്ഞു, ഇതിനകത്ത് എനിക്ക് എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ലല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഈ ടേപ്പ് ഓൺ ചെയ്യാം, നീ പണ്ട് പാടിയ പാട്ട് ഇതിനകത്തുണ്ട്, ഞാൻ ഓൺ ചെയ്യുമ്പോൾ നീ പാടിക്കോ. അപ്പോൾ ബാക്കിൽ ലൈവ് ഓർക്കസ്ട്രയാണ്. ഈ ടേപ്പ് ഓൺ ചെയ്യുന്നത് അവർ വായിക്കണം. ഇയാൾ അറിയാതെ ടേപ്പ് ഇങ്ങനെ കുറച്ച് ഒരുപാട് അഭിനയിച്ചാണ്. ഈ നായകൻ ഞാനായിരുന്നു. അതോടെ ഞാൻ നിർത്തി. നേരെ പ്ലേക്ക് വരെ എജക്റ്റ് പ്രസ് ചെയ്ത് ടേപ്പ് ചാടി താഴെ വീഴും. അവർ പാട്ടും വായിച്ചു. അപ്പോൾ ആ നാടകത്തിന് പ്രൈസും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സാറ് പറഞ്ഞു, എജക്റ്റ് ചെയ്യുന്ന ടേപ്പുമായി നീ ഇനി എവിടെയെങ്കിലും നടക്കുന്നതായിട്ട് ഞാൻ കണ്ട. അതാണ് ഈ 1% റിസ്ക് എന്ന് പറയുന്നത്. ഒരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം തിരിച്ചെടുത്ത് വെക്കാനും പറ്റൂല. പാട്ട് പ്ലേ ചെയ്ത് തുടങ്ങി. സിങ്ക് നോൺ സിങ്ക് ഇതൊക്കെ ഡ്രാമയിൽ ഒരുപാട് സിനിമയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതെ, അങ്ങനെ ഒരു സംഭവം ഇല്ല. സോഷ്യൽ സബ്ജക്ട്സ് ആണ് അധികവും നമ്മൾ നാടകത്തിൽ കണ്ടത്. എന്നാൽ ചരിത്ര കഥകളൊക്കെയും കണ്ടിട്ടുണ്ട്, പുരാണ കഥകൾ. ഏതൊക്കെ ചെയ്തിട്ടുണ്ട് നാടകത്തില്? അല്ല, ഞാൻ അങ്ങനെ പ്രൊഫഷണൽ നാടകത്തിൽ 5 വർഷമായി നിന്നു. അത് മുഴുവൻ ഈ സോഷ്യൽ സബ്ജക്റ്റ് ആണോ ചെയ്തത്? സോഷ്യൽ സബ്ജക്റ്റാണ്. ഒരു വർഷത്തത് പഴയ കാലത്തെ കുമാരനാശാൻ്റെ ഒക്കെ ഒരു ഇത്, ശ്രീനാരായണ ഗുരുവിൻ്റെയും എല്ലാം കൂടെ ഒരു ആ ഒരു കഥയില്. അത് പഴയ കാലഘട്ടം, അത് പുരാണമല്ല, കഴിഞ്ഞ തലമുറ 19-ാം നൂറ്റാണ്ടില്. അതുപോലെ എന്ത് വേഷമായിരുന്നു ചെയ്തതില്?
അതിലന്ന് 3 വേഷമായിരുന്നു ചെയ്തത്. 3 3 ഗെറ്റപ്പില്. 3 ഗെറ്റപ്പില്. ഇതൊരിക്കലും ഓഡിയൻസ് അറിയില്ല അല്ലേ നിങ്ങളാണെന്നുള്ളത്? അറിയുകയൊക്കെ ചെയ്യും. പണ്ട് പ്രേംനസർ ഇവിടെ ഒരു അത് ഇത് മാറ്റി പോലെയാണോ? അല്ല, അറിയുകയൊക്കെ ചെയ്യും. കാരണം സ്റ്റേജിൽ എന്നാലും പരമാവധി നമ്മൾ വ്യത്യാസം കാണിക്കാൻ നോക്കും. അതിൽ കുമാരനാശാനകത്ത് ഒന്ന് ഒരു വികട കവിയായിട്ടുള്ള ഉണ്ടായിരുന്നു. കുമാരനാശാനെയൊക്കെ കളിയാക്കിക്കൊണ്ട് അതിനപ്പുറം വലിയ കവിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വികട കവിയുടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർക്കുന്നില്ല അതിന്. അല്ലാതെ അത് ഇതുപോലെ പല കാലഘട്ടങ്ങൾ കാണിക്കുന്നതിനകത്ത് 3 ക്യാരക്ടേഴ്സ്. ഈ കവിതയൊക്കെ ചൊല്ലിക്കൊണ്ടാണോ ക്യാരക്ടർ വരുന്നത്? പിന്നെ ഓർമ്മയുണ്ടോ അതിലേതെങ്കിലും? ഡ്രാമയിലെ ഡയലോഗ്സ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അയ്യോ, വായനയുണ്ടോ? വായന നന്നായിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എൻ്റെ ചെറുപ്പകാലത്ത് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് നല്ല വായനയായിരുന്നു. അത് കഴിഞ്ഞു നമുക്ക് പാസ് ടൈം വലിയ ടെലിവിഷൻ ഒന്നുമില്ല. അന്നൊക്കെ നമ്മൾ വീക്കിലി, ഇപ്പം മാതൃഭൂമി അതുപോലെ വീക്കിലി വരാൻ വേണ്ടി നമ്മൾ ആ കടയിൽ ചെന്നിരുന്ന് ചൂടായിട്ട് വാങ്ങിക്കുകയല്ലേ. ഏതൊക്കെയായിരുന്നു ടേസ്റ്റ്? വായിക്കാൻ ടേസ്റ്റ് എന്തോ? വായിക്കാൻ ഞാൻ എല്ലാ ഇനം നല്ല നല്ല നോവൽസ് എല്ലാം വായിക്കുമായിരുന്നു. നന്നായിട്ട് വായിക്കുമായിരുന്നു. ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത പുസ്തകം ഏതായിരിക്കും? എനിക്ക് വീക്കെൻഡ് കഥകളാണ്. എനിക്ക് വീക്കെൻഡ് കഥകൾ എനിക്ക് ഭയങ്കര വളരെ താല്പര്യമായിരുന്നു. വീക്കെൻഡ് ഈ രചനയിൽ ഹാസ്യം ഉണ്ടാക്കുന്നത് അത് തലയും കുത്തി നിർത്തുകയാണ്. മലയാളം ലാംഗ്വേജിനെ തല കുത്തി നിർത്തുകയാണ്. തല കുത്തി നിർത്തിയാണ് പുള്ളി ഹാസ്യം ഉണ്ടാക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയാണ്. അദ്ദേഹം തന്നെ മലയാളത്തിലൊരു മലയാളം അദ്ദേഹത്തിൻ്റെതായ ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പുള്ളിയുടെ ഇംഗരിയസ് സർച്ചാത്തുവിൻ്റെ കഥകളിൽ ഇംഗരിയസ് ഇംഗ്ലീഷിന് അദ്ദേഹം ഉണ്ടാക്കിയ ഇതാണ്. വീക്കെൻഡ് കൊടുത്ത ഒരു പേരാണ് ഇംഗരിയസ്. അതുപോലെ തന്നെ അതിലെ പല സാധനങ്ങൾ പല ഇതിനും അദ്ദേഹത്തിന് വാക്കുകളുണ്ട്. അത് നമ്മൾ ശരിക്കും വായിച്ച് നമ്മൾ പുള്ളിയുടെ പുറകെ പോകും. അല്ല, നമുക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് അല്ല അദ്ദേഹം നമുക്ക് തരുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് എഴുതും, നമ്മൾ അങ്ങോട്ട് പോയിക്കോളണം. അങ്ങനെ പോകും നമ്മൾ. ഡിമാൻഡിങ് ആണല്ലേ പുള്ളി? ഭയങ്കര കഴിവില്ലായിരുന്നു. വേറെ പാസ്റ്റ് ടൈം എന്തൊക്കെയായിരിക്കും സാറിന്? ഈ കലയുണ്ട്, അഭിനയമുണ്ട്, ഹോബീസ് എന്തൊക്കെയായിരിക്കും? ഹോബി പിന്നെ എനിക്ക് പട്ടി എനിക്ക് വളരെ താല്പര്യമാണ്. പട്ടിയുണ്ട്, ആടുണ്ട്. ആട്ടുംപാല് നല്ലതല്ലേ? ആട്ടുംപാല് സൗന്ദര്യത്തിന്റെയും ആരോഗ്യത്തിന്റെ രഹസ്യമാണോ? അതിന് വേണ്ടിയിട്ടാണോ? അതല്ലല്ലേ, നമ്മൾ ആടിന് എനിക്കൊരു 40 ആട് വരെയൊക്കെ ഉണ്ടായിരുന്നു. നോക്കാൻ ആള് വേണ്ടേ? 40 ആട് വരെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കരുതാപ്പിള്ളൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അപ്പോൾ വൈകിട്ട് വന്ന് എനിക്ക് ആടിൻ്റെ കാര്യമൊക്കെ നോക്കാം. പിന്നെ പട്ടിയുണ്ട്. ഇപ്പോൾ ഒരു 3 പട്ടിയുണ്ട്. ഇപ്പോൾ ആടിനെ എല്ലാം വിറ്റു ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ. നോക്കാൻ പറ്റാഞ്ഞിട്ട് വിറ്റുകൾ. വൈഫ് ഭാര്യ അവളും വിദ്യാഭ്യാസം BEd ഒക്കെ കഴിഞ്ഞതായിരുന്നു. ജോലിക്കൊന്നും പോയില്ല. എങ്ങനെയാണ് ജയൻ സാറിന്റെ കലയെ അവർ വിലയിരുത്തുന്നത്? അവർക്ക് അത്യാവശ്യം വിമർശിക്കാറൊക്കെ ഉണ്ടോ? അത്യാവശ്യം വിമർശിക്കാറുണ്ട്. നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഫാമിലിയിൽ എല്ലാവരും എങ്ങനെയാ? ഫാമിലിയിലും എല്ലാവർക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ആ പീരീഡിൽ ഞാൻ നാടകത്തിലുണ്ടായിരുന്നു. അച്ഛന് 88 മരിച്ചു. അമ്മ 2000 നവംബറിൽ. ആ സമയത്ത് അവർക്കൊക്കെ ഇഷ്ടമായിരുന്നു. കാണാൻ വന്നിട്ടുണ്ടോ? നാടകമൊക്കെ കാണാൻ? നാടകം അച്ഛൻ വന്നിട്ടില്ല. അമ്മ കണ്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു? എന്താ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്? അവർക്ക് ഇപ്പൊ അതൊക്കെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അതെ. ഫാമിലിയിൽ ഇതുപോലെ നിങ്ങളുടെ കല ഇഷ്ടപ്പെടണം, മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മക്കൾ പറഞ്ഞിട്ടുണ്ടോ? മക്കൾക്ക് താല്പര്യമുണ്ട്, ബന്ധുക്കൾക്കും ഒക്കെ താല്പര്യമുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ സാറാ? അതോ സാറിനെ പോലെ ഒരു സർക്കാർ ഉദ്യോഗം മേടിച്ച് സേഫ് ആയ ശേഷം? അല്ല, അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സർക്കാർ ജോലി തന്നെയാണ് പ്രധാനം. ആണോ? പിന്നെ സംശയം എന്താ? എനിക്ക് കഴിഞ്ഞ 31 വർഷമായിട്ട് എനിക്ക് ആഹാരം തരുന്നതിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ. കലയിലൂടെ ഒന്നും സമ്പാദിച്ചില്ലെന്നാണോ? അതിനെ ഞാൻ കുറച്ച് കാണുമോ, കുറച്ച് കാണുമോ, ആത്മതൃപ്തിക്ക് വേണ്ടി കലയല്ലേ. ഇത് നമ്മുടെ ജീവിതമാർഗമാണ്. നമ്മൾ പെൻഷൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷൻ ഇത് തന്നെയാണ് അല്ലേ? ഈ ഉദ്യോഗം തന്നെയാണ്. അത് വലിയ കാര്യമല്ലേ.
ഒരു വലിയ കാര്യമാണ്. ഇപ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദം തന്നുകൊണ്ടാണ്. സർക്കാർ So you have to get the permission from them. പിന്നെ പെർമിഷൻ വാങ്ങണ്ട, ഗവൺമെൻറ് എനിക്ക് സാങ്ഷൻ തരണം. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ട്രാഫിക് ഒരു മാസത്തോളം നമ്മൾ വി ആർ എക്സ്പാൻഡിങ് ആൻഡ് സ്പ്രെഡിങ് ദ ട്രാഫിക് റൂൾസ്. അതിനെ വയലേറ്റ് ചെയ്യും, അതിന് ശിക്ഷയൊക്കെയാണ്. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ തന്നെ പാലിക്കപ്പെടാത്ത ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനൊന്നും ഫൈനൊന്നുമില്ല. ഒരു പക്ഷേ സിംഗപ്പൂർ മലേഷ്യയിലൊക്കെ ഒരു ചവറ റോഡിൽ വീണാൽ ഫൈനാണ്. ഇവിടെ പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ്, ആദ്യം ഒരു ഫ്രൂട്ടിയുടെ കവർ വരും, പൊട്ടിത്തെറിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ചിപ്സിൻ്റെ കവർ, അത് കഴിയുമ്പോഴത്തേക്ക് കഴിച്ച ആഹാര സാധനങ്ങൾ, ഇതെല്ലാം വീഴുന്നത് മറ്റുള്ളവർ റോഡ് ടാക്സ് കൊടുത്ത് ഓടുന്ന റോഡിലാണ് വന്ന് വീഴുന്നത്. ശിക്ഷാർഹമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷാർഹം തന്നെയാണ്. അതൊരു മനസാക്ഷിയുള്ള ഒരു വ്യക്തി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു വണ്ടിയിൽ ചവർ വലിച്ചെറിയുമ്പോൾ പുറകിൽ വരുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ തലയിൽ അത് വീഴാൻ ചാൻസ് ഉണ്ട്. അത് റോഡിൽ വീണാൽ ഒരു പഴത്തൊലിയാണെങ്കിൽ വേറൊരാൾ അത് തെന്നി വീഴാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ലിറ്റർ ചെയ്യുക എന്ന് പറഞ്ഞത് ഒരു മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ചവറുകൾ വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന പാസഞ്ചേഴ്സാണ് ഇതെല്ലാം ചെയ്യുന്നത്. അവർ ഈ വലിച്ചെറിയുക. അതുപോലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുക, സ്മോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യുക ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ളത് ഈവൻ ആൾക്കാരൊന്നും എടുത്ത് പറയുന്നില്ല, അവർക്ക് വിഷമം തോന്നി. ഇത് ഇപ്പോൾ സപ്പോസ് ഓട്ടോ, ലോറി, കാറിനൊന്നും പറയുന്നില്ല. ഈ സിഗരറ്റിൻ്റെ ഒരു തീയില്ലേ, ഒരു ശകലം പൊരി മറ്റേ പുറകിൽ വരുന്ന ഒരു സ്കൂട്ടറുകാരൻ്റെ കണ്ണി വീണാൽ കണ്ണിനും കാഴ്ച പോകും, അയാളൊരു മേജർ ആക്സിഡൻറ്റിലും പെടും. അതുപോലെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ കാശ് ഇട്ടിട്ട് പോകുന്നത്. ഒരിക്കലും പൈസ അങ്ങനെ വലിച്ചെറിയാതിരിക്കുക. ഇനി അഥവാ ഇടുകയാണെങ്കിൽ തന്നെ അത് മറ്റൊരാളെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഒന്ന് സൈഡ് ചേർത്ത ശേഷം ഇടുക. പലവട്ടം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ബൈക്കിൽ വരുന്ന ആളുടെ കണ്ണ് തെറിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ ഹെൽമെറ്റൊക്കെ ഇടുന്നത് കൊണ്ട് അതിന് കുറവുണ്ടാവും, എന്നാൽ അതൊരു ഡിസ്ട്രാക്ഷനാണ്. ഒന്ന് വലിച്ചെറിയുക എന്നുള്ളൊരു രീതി നമ്മൾ പൊതുവെ നമ്മൾക്കുള്ളതാണ്. അതിനെ നമ്മൾ പ്ലീസ് റിഫ്രെയിൻ ഫ്രം ഇറ്റ്. അത് ഡേഞ്ചറസുമാണ്, അതൊരു നല്ല ഒരു സെൻസിബിൾ ആയിട്ടൊരു പ്രവൃത്തിയല്ല. പ്ലീസ് റിഫ്രെയിൻ. നിങ്ങളുടെ തിരക്ക് ഭഗവാൻ അറിയുന്നു എന്നുള്ളതാണോ നിങ്ങൾ ഈ കാണിക്കുന്ന സ്പീഡിൽ എറിഞ്ഞിട്ട് പോകുന്നത്? ചവറാണെങ്കിലും നിങ്ങൾ ഇടുന്ന കാശാണെങ്കിലും എന്താണെങ്കിലും ഡോണ്ട് ത്രോ ഇറ്റ്. പുലർക്കാലം കാണുന്ന കാർ ഓടിക്കുന്ന നമ്മുടെ വീട്ടിലെ ആൾക്കാർ ഒരു ഡസ്റ്റ്ബിൻ കാറിനകത്തും കൂടെ വെച്ചേക്കുക, എന്നിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക. ഡോണ്ട് ത്രോ ദ വേസ്റ്റ് ഓൺ ദി റോഡ്. ലിറ്റർ ചെയ്യാൻ പാടില്ല. ടേക്ക് കെയർ. ടേക്ക് കെയർ. പണ്ടത്തെ ഒരു രീതിയായിരുന്നു അല്ലേ, ഒരു ജോലി മേടിക്കുക, സർക്കാർ ഉദ്യോഗം മേടിക്കുക എന്നുള്ളത് നമ്മളൊക്കെ അച്ചീവ്മെന്റ് ആണ്. പിന്നെ നമ്മൾ ഡിഗ്രി കഴിയുന്ന സമയത്ത് അന്ന് ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ഇന്നുമല്ലേ? ഇന്ന് സ്വകാര്യ മേഖലയൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നില്ല. അന്ന് അങ്ങനെയല്ല. അന്ന് നമ്മൾ നാടകം എടുത്താലും സിനിമ എടുത്താലും വരിമയിൽ നിറം ചുവപ്പ്, അതൊക്കെ അന്നത്തെ ഫിലിമുകളല്ലേ, ഭയങ്കര ശക്തമായി പറഞ്ഞ ഭാരതിരാജയുടെ പടം. പിന്നെ അന്ന് തൊഴിലില്ലായ്മയാണ് പ്രധാന പ്രശ്നം. ഇന്നത് മാറിയില്ല. സ്വകാര്യ മേഖല ഉണ്ടെങ്കിലും ജോബ് സെക്യൂരിറ്റി ഇല്ല. അന്ന് നമുക്ക് ഈ തൊഴിൽദാതാക്കൾ എന്ന് പറഞ്ഞാൽ ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അന്ന് തൊഴിൽദാതാക്കള് സർക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യും, സർക്കാർ ജോലി കിട്ടാൻ വേണ്ടി. PSC എഴുതുക. എത്ര ടെസ്റ്റ് ചെയ്ത് കാണും? ഞാൻ എഴുതി, എനിക്ക് കുറേ ജോലി കിട്ടിയായിരുന്നു. ഭയങ്കര ഭാഗ്യവാനാണ്. എനിക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ കമ്പൈലർ കം ഇൻവെസ്റ്റിഗേറ്റർ, പിന്നെ ട്രഷറിയിൽ ജൂനിയർ അക്കൗണ്ടന്റ്, പിന്നെ ഒരു കണ്ടക്ടർ, KSRTC കണ്ടക്ടർ, പിന്നെ ഈ സർവേയില് അതിൽ ഏറ്റവും നല്ലത് ഇതായിരുന്നോ? ഇതാണ് ഹയർ ബേസിക്. അല്ല, ഹൈസ്കൂൾ അധ്യാപനാണ് ബേസിക്കിൽ കൂടുതൽ, പക്ഷെ അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ടെക്നിക്കൽ ഇതായിരുന്നു. ഈ പഠിച്ചിറങ്ങിയ ഉടനെ ജോലി വേണം എന്നുള്ളത് കൊണ്ടാണോ പഠിപ്പിക്കാൻ പോയത്? B.Edന് പോയത് അതുകൊണ്ടാണ്. ഞാൻ പഠിത്തം കഴിഞ്ഞ് 1 വർഷത്തോളം ഞാൻ ട്യൂട്ടോറിലൊക്കെ പഠിപ്പിച്ചു. അങ്ങനത്തെ ഒരു ഇത് പറയാമോ? പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം പഠിപ്പിച്ചിരുന്നു. അന്ന് മാത്തമാറ്റിക്സിനൊക്കെ ഡിമാൻഡുള്ള കാലഘട്ടമാണ്. ഇന്നും ഉണ്ട്. ഞാനൊക്കെ ആണെങ്കിൽ ഇന്നും പോയി ട്യൂഷൻ അല്ല, അന്ന് മാത്തമാറ്റിക്സ് അധ്യാപകർ കുറവാണ്. അന്നൊക്കെ ഇഷ്ടം പോലെ വേക്കൻസിയും കിടക്കുക. പഠിപ്പിക്കാൻ ഭയങ്കരമായ ഒരു ഇത് വേണ്ടേ, ടോളറൻസ് വേണ്ടേ കുട്ടികൾക്ക്? മാത്സ് മനസ്സിലാക്കി അത് നമുക്കൊക്കെ പലർക്കും മാത്തമാറ്റിക്സ് നമുക്കൊരു ബാലികാറാമലയായി തീരാൻ കാര്യം നമുക്ക് 1-ാം ക്ലാസ് മുതലുള്ള നല്ല കണക്കധ്യാപകരില്ല. അല്ലാതെ ഇത് കൊണ്ടുവന്ന് ഏറ്റവും നമ്മൾ വളർന്ന് 10-ാം ക്ലാസ്സിൽ കൊണ്ടുവന്ന് നമുക്ക് കണക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞങ്ങളൊരു സംശയം സാറിന് എടുത്ത് ചോദിച്ചു. ഗുണനം എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ, കൂട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുക, രണ്ടും ഇതിന് അഡീഷൻ, ഇതിന് രണ്ട് ഉത്തരമേ കിട്ടത്തുള്ളൂ. പക്ഷെ 2 + 2 4 2 × 2 4 ആണ്.
അതെ. ഇവിടെ ഇത് തെറ്റാണോ മാത്സ്, അതോ പഠിക്കുന്ന രീതിയുടെ കാര്യം എന്താണെന്ന്? അതങ്ങനെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു അത് അങ്ങനെയാ. നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് നീ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കും, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടാകുമ്പോൾ 2 × 2 2+2 തമ്മിൽ നിനക്ക് മനസ്സിലാവുന്നു. ശരി, നാം 2 നമുക്ക് 2 ഗവൺമെൻറ് പറഞ്ഞു. ഒട്ടനവധി നല്ല വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാൻ സാധിച്ചു. ജയനുമായിട്ട് നന്നായിട്ട് സംവദിക്കാൻ സാധിച്ചു. പക്ഷേ ഈ പറയുന്ന പോലെ പുലർക്കാലം പോരാ ജയനെ മനസ്സിലാക്കാനും സംസാരിക്കാനും ഒക്കെ. ഇനി എന്താ പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാണ്? പുതിയത് എനിക്കിപ്പോൾ സിനിമ ഉണ്ടോ? സിനിമയുണ്ട്. സിനിമ ഇപ്പോൾ റിലീസ് ആകാനുള്ള ഫിലിം കഥാന്തരം എന്ന് പറഞ്ഞിട്ടൊരു, ആരുടെ അത് KJ ബോസ് ഡയറക്റ്റ് ചെയ്തു കഴിഞ്ഞോ? അത് അതെല്ലാം എഡിറ്റിങ്ങും ഒക്കെ കഴിയാറായി. ഇപ്പം എന്ത് വേഷമാണ് അതിൽ? എനിക്കൊരു പക്ക സീരിയസ് വേഷമാണ്. സീരിയസ് വേഷം? ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ ഈ മുഖം അങ്ങനെ കാണാൻ പോകുന്നത്. നാടകത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതെ അല്ലേ? നെടുമുടി വേണിച്ചേട്ടനാണ് നായകൻ, ഞാൻ അദ്ദേഹത്തിന്റെ അളിയനായിട്ട്. നല്ല വേഷമാണ്, ഉടനീളം നിൽക്കുന്ന ഒരു വേഷം. നല്ല വേഷമാണ്, ഉള്ള വേഷം തന്നെ. സംവിധാനം ഒക്കെ താല്പര്യമുള്ളതാണോ? ഇല്ല സംവിധാനത്തിന്. പിന്നെ എനിക്ക് ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്ന 2 ഫിലിമുകളുണ്ട്. ഏതാണ്? ഒന്ന് അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ. നല്ല പേരാണല്ലോ. ആരാണ് അതിൽ ഓമനക്കുട്ടൻ? ആസിഫ് അലി ഭാവന. പിന്നെ അടൂരും തോപ്പിലും അല്ലാതൊരു ഫാസി. ടൈറ്റിൽ അതെ, സൂപ്പർ ടൈറ്റിൽ. അതാരാ? അത് ഇന്ദ്രജിത്ത് നായകനായിട്ടുള്ള. അപ്പൊ സിനിമയിൽ ഇപ്പൊ സജീവമായിട്ട് സിനിമ ഇപ്പൊ വല്ലപ്പോഴും ഇങ്ങനെ വിളിച്ച് വരുന്നുണ്ട്. ഈ സീരിയലിൽ അതിനൊരു വലിയ സഹായമായിട്ടുണ്ടോ? തിരിച്ച് ഒരു ഗ്യാപ്പ് വന്നിട്ട് തിരിച്ച് വരാനായിട്ട് ട്രാൻസ്ഫർ ഒക്കെ ആയി പോയപ്പോൾ കുറച്ചു കാലം മാറിയതല്ലേ, തിരിച്ചു വരാൻ ഈ സീരിയലൊക്കെ നിങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ചെയ്യുമ്പോഴേ? പിന്നെ തീർച്ചയായും ഇതിപ്പം അതില് അപ്പൊ പല വേഷങ്ങൾ ചെയ്യുന്നത് പലരും കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് അങ്ങോട്ട് വലുതായിട്ട് നമ്മൾ പിന്നെ ഇതുപോലുള്ള എനിക്ക് ഇപ്പൊ ഈ KJ ബോസ് എനിക്ക് തന്ന പോലൊരു പക്കാ സീരിയസ് വേഷം, അപ്പൊ എന്നെ വിളിച്ചപ്പോ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. പുള്ളി ഒരു കാലിബർ മനസ്സിലാവും. പക്ഷെ അത് എനിക്ക് പ്രശ്നമില്ലായിരുന്നു, പുള്ളിക്ക് അത് സന്തോഷകരമായിട്ടാ. അത് ശരിക്കും അങ്ങനെയൊക്കെ സംവിധായകർ ഒരു വെല്ലുവിളിയാണ്. ഒരു ഇമേജിലിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ മാറി ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെ? അവർക്കൊരു വലിയ വെല്ലുവിളിയാണ്, നമുക്കതൊരു പ്ലസ് പോയിന്റ് ആണ്. പൊതുവെ ഭാഗ്യവാനാണ് ജയൻ സാർ അല്ലേ? അല്ല, അതിനകത്ത് ജീവിതം നമ്മൾ ഇത്രയും കാലമുള്ള ജീവിതം ഒറ്റയ്ക്ക് ഓടിച്ചുകൊണ്ട് പോയതാണ്. അഭിമാനമല്ലേ? ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. ആരും എൻ്റെ കാറിൽ ഡീസൽ അടിച്ച് തന്നിട്ടില്ല, ഞാൻ തന്നെ ഡീസൽ അടിച്ച് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണ്. അതെ, അതൊരു നല്ലതല്ലേ? അതിന്റെ ഒരു ഭയങ്കരമായ ഒരു മെച്യൂരിറ്റി ഉണ്ട്. മെച്യൂരിറ്റി എന്ന് വെച്ചാൽ എനിക്കത് വേറെ അത് ഞാൻ അഹങ്കാരത്തോടെ പറയുന്ന, എനിക്ക് എഴുതി കാണിക്കാനൊന്നുമില്ല. അവസാനം നമ്മള് നന്ദി ഇന്നർക്കെന്ന് എഴുതി കാണിക്കാൻ ജീവിതത്തിൽ ഒന്നുമില്ല. ഈശ്വരനിൽ വിശ്വാസമുണ്ടോ? നല്ല വിശ്വാസം. അപ്പൊ ഈശ്വരനോട് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നു. അതെ അല്ലേ? അതിൽ തന്നെ ഗണപതിയാണ് എനിക്ക് ഏറ്റവും സ്റ്റോൺച്ച് ബിലീഫാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതെ. എൻ്റെ ജീവിതത്തില് പല കാര്യങ്ങളും മനുഷ്യര് നിയന്ത്രിക്കുന്നതിന്റെ കൂട്ട് നിയന്ത്രണമുണ്ട്. എന്റെ വിശ്വാസം, അതെന്റെ വിശ്വാസം. എന്റെ മാനസിക സംതൃപ്തിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എനിക്ക് മതവിശ്വാസം. എന്റെ മനസ്സിന്റെ സന്തോഷം. മതം അത് വേറൊരു മതത്തിനെ അംഗീകരിക്കാതിരിക്കുമൊന്നുമല്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്റെ വിശ്വാസം അത് എല്ലാവർക്കും സമാധാനം വരുന്ന രൂപത്തിലുള്ള വിശ്വാസം. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും അവനവന്റെ ഒരു വിശ്വാസത്തിലും പ്രവൃത്തിയിലൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല, സ്പർദ്ധയില്ല. നമ്മുടെ മതം നമ്മുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും, അല്ല വേറൊരു മതത്തെ നശിപ്പിക്കാനോ അത്തരം ചിന്തകൾ പാടില്ല. നമ്മുടെ ഒരു സുഖം, മനസുഖത്തിന് വേണ്ടി മാത്രമാണ്. വളരെയധികം നന്ദി ജയൻ സാർ. ഇങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കര ഒരു കോമഡിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ, വളരെ സീരിയസ് ആയിട്ട് വളരെ കഴമ്പുള്ള കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തു അല്ലെ? വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി പുലർകാലത്തിലൂടെ ചെലവാക്കി. ഇനിയും ഒരുപാട് സിനിമകൾ, സീരിയലുകൾ, കഥാപാത്രങ്ങൾ വലിയ സന്തോഷം സാർ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം. സെൽഫിയുടെ കാലമാണ്. സെൽഫി ഉത്സവമാക്കിയ ഒരുപാട് പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ സെൽഫീസ് നിന്നും തിരഞ്ഞെടുത്ത ഇന്നത്തെ സെൽഫി ഓഫ് ദി ഡേ. വണ്ടർഫുൾ, കൺഗ്രാജുലേഷൻസ്, ബ്യൂട്ടിഫുൾ സെൽഫി. അപ്പോൾ ഇനിയിപ്പോൾ സെൽഫിയിലൂടെ നിങ്ങളൊരു വലിയ സന്തോഷ് ശിവൻ പോലെ വലിയ ക്യാമറമാൻ ആകുന്ന ലക്ഷണമുള്ള സെൽഫീസാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എല്ലാ തിരഞ്ഞെടുക്കുന്ന സെൽഫിക്കും ജീവൻ ടിവിയുടെ ബ്രാൻഡഡ് ടീഷർട്ട്
നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായം ഗ്രീറ്റിംഗ്സ് ഒക്കെ ഞങ്ങൾ എഴുതി അറിയിക്കാം. ഗ്രീറ്റിംഗ്സിനെ കുറിച്ച് പലരും എഴുതി ചോദിച്ചിട്ടുണ്ട്, എങ്ങനത്തെ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിന് ഒറ്റ വാക്കേ ഉള്ളൂ, ആശംസകൾ. നിങ്ങളുടെ അപ്പൂപ്പന് ഒരു ആശംസ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ദുബായിലായിരിക്കാം, അല്ലെങ്കിൽ ഗൾഫിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ വിജയിച്ച ആർക്കെങ്കിലും ഒരു ആശംസ ഒരു ആശംസ. അല്ലേ? ചൂസ് ദ മീഡിയ ഫോർ യുവർ ഗ്രീറ്റിംഗ്സ് ആസ് ജീവൻ. ജീവൻ ഈസ് റെഡി ടു ഗ്രീറ്റ് ഓൺ ബിഹാഫ് ഓഫ് യു. അത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മുടെ ഗസ്റ്റ് ആദ്യമായി മലയാള സിനിമയിൽ അഭിനയിച്ച ആ ചിത്രത്തിൻ്റെ പേരെന്താണ്? ശരി ഉത്തരം നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാവും. ആ ശരി ഉത്തരം ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം സ്ക്രീനിൽ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ യു ക്യാൻ സെൻഡ് യുവർ മെയിൽസ്, സെൻഡ് യുവർ ഗ്രേറ്റിംഗ്സ്, സെൻഡ് യുവർ സെൽഫീസ് ആൻഡ് സെൻഡ് ദ റൈറ്റ് ആൻസേഴ്സ്. ബമ്പർ പ്രൈസ് പറഞ്ഞില്ല, ഇതിനെല്ലാം നമ്മൾ ചേർന്ന് മന്ത്ലി ഒരു ഡ്രോ എവറി 30 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഡ്രോ ഉണ്ട്. വാട്ട് ഈസ് ദ ഗിഫ്റ്റ്? സോമ ഗ്രൂപ്പ് ഓഫ് റിസോർട്ട്സിന്റെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേ ആണ് തരുന്നത്. ഒരു സ്റ്റേ എന്ന് പറയുമ്പോൾ 2 nights സ്റ്റേ ആണ്. ഈ വെക്കേഷനിൽ അതൊരു നല്ലൊരു ഗ്രാബ് ആയിരിക്കും അല്ലേ? യു ഹാവ് ടു ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഒരിക്കൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് സ്റ്റാർ ഹോട്ടൽസിന്റെ അല്ല, ദിസ് ആയുർവേദിക് ബ്രീസ് ആണ് അതിനകത്ത്. നിങ്ങൾക്കൊരു എന്താ പറയുന്ന റിജനുവേഷൻ, ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കയറാൻ അത് ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങൾ ശരി ഉത്തരങ്ങൾ എഴുതി അറിയിക്കുക, സെൽഫി അറിയിക്കുക, നിങ്ങളുടെ ഗ്രീറ്റിംഗ്സ് ഞങ്ങളെ അറിയിക്കുക. അതിൽ നിന്നും ഭാഗ്യവതിയെ ഞങ്ങൾ തിരഞ്ഞെടുക്കും. പുലർക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. 7:30 നാളെ രാവിലെ ഇതേ സമയം മറ്റൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, നമസ്കാരം.